ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ഈസി ലേൺ കൊമേഴ്സ്. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന ടോപ്പിക് കമ്മിറ്റീസ് ഓൺ കോർപ്പറേറ്റ് ഗവേണൻസ് ആണ്. കോർപ്പറേറ്റ് ഗവേണൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്? കോർപ്പറേറ്റിന്റെ ഭരണം, അതായത് എന്താ, കമ്പനികളെ നിയന്ത്രിക്കുകയും നയിക്കുകയും ചെയ്യുന്ന ഒരു സംവിധാനമാണ് കോർപ്പറേറ്റ് ഗവേണൻസ്. എന്താണ്? കമ്പനികളെ ഡയറക്റ്റ് ചെയ്യുകയും കൺട്രോൾ ചെയ്യുകയും ചെയ്യുന്ന ഒരു സിസ്റ്റം, അതാണ് കോർപ്പറേറ്റ് ഗവേണൻസ് എന്ന് പറയുന്നത്. അത് നമ്മൾ കോർപ്പറേറ്റ് ഗവേണൻസ് ആയിട്ട് റിലേറ്റ് ചെയ്ത ഓരോ പോയിന്റ്സ് വായിക്കുമ്പോഴും നമ്മളെ മനസ്സിനകത്ത് ഈ ഒരു ചിന്ത, ഈ ഒരു തോട്ട് ഉണ്ടായിരിക്കണം. എന്താണ്? കമ്പനികളെ നയിക്കുന്നതിനും നിയന്ത്രിക്കുന്നതിനും വേണ്ടിയിട്ടുള്ള കാര്യങ്ങളാണ് കോർപ്പറേറ്റ് ഗവേണൻസിനകത്ത് ഉള്ളതെന്ന്. അത് വെച്ചിട്ട് നമ്മൾ വായിക്കുകയാണെങ്കിൽ നമുക്ക് കുറച്ചുകൂടി ക്ലിയർ ആവും. അപ്പൊ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ കമ്മിറ്റീസ്, പ്രധാനപ്പെട്ട കമ്മിറ്റീസും അതിന്റെ റെക്കമെൻഡേഷൻസും ആണ് നോക്കാൻ പോകുന്നത്. അപ്പോൾ ഫസ്റ്റ് കമ്മിറ്റി എന്ന് പറയുന്നത് കുമാർ മംഗളം ബിർള കമ്മിറ്റിയാണ്. സെക്യൂരിറ്റീസ് ആൻഡ് എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യ ഇൻ 1999 സെറ്റപ്പ് എ കമ്മിറ്റി അണ്ടർ ശ്രീ കുമാർ മംഗളം ബിർള മെമ്പർ സെബി ബോർഡ് ടു പ്രൊമോട്ട് ആൻഡ് റൈസ് ദ സ്റ്റാൻഡേർഡ് ഓഫ് ഗുഡ് കോർപ്പറേറ്റ് ഗവേണൻസ്. ഇപ്പൊ എന്താണ് കുമാർ മംഗളം ബിർള കമ്മിറ്റി? ആരാണ് സെറ്റപ്പ് ചെയ്തത്? സെക്യൂരിറ്റീസ് ആൻഡ് എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യ എന്നാണ് 1999 ആരുടെ കീഴിൽ? അണ്ടർ ശ്രീ കുമാർ മംഗളം ബിർള. കുമാർ മംഗളം ബിർള ആരാണ്? മെമ്പർ സെബി ബോർഡ്. ഇതിന്റെ ലക്ഷ്യം എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു ഈ കമ്മിറ്റിയുടെ? ടു പ്രൊമോട്ട് ആൻഡ് റൈസ് ദ സ്റ്റാൻഡേർഡ് ഓഫ് ഗുഡ് കോർപ്പറേറ്റ് ഗവേണൻസ്. അതായത് എന്താണ്? കോർപ്പറേറ്റ് ഗവേണൻസിന്റെ സ്റ്റാൻഡേർഡ്, നിലവാരം വർദ്ധിപ്പിക്കുക എന്ന രീതിയിലാണ് ഈ കമ്മിറ്റി രൂപീകരിച്ചിരിക്കുന്നത്. ദ പ്രൈമറി ഒബ്ജക്റ്റീവ് ഓഫ് ദ കമ്മിറ്റി വാസ് ടു റിവ്യൂ കോർപ്പറേറ്റ് ഗവേണൻസ് ഫ്രം ദ പെർസ്പെക്ടീവ് ഓഫ് ദ ഇൻവെസ്റ്റേഴ്സ് ആൻഡ് ഷെയർ ഹോൾഡേഴ്സ്. ആരുടെ കാഴ്ചപ്പാടിൽ നിന്നുകൊണ്ട്? ഷെയർ ഹോൾഡേഴ്സിന്റെയും ഇൻവെസ്റ്റേഴ്സിന്റെയും കാഴ്ചപ്പാടുകളിൽ നിന്നുകൊണ്ട്. പെർസ്പെക്ടീവ് എന്ന് വെച്ചാൽ എന്താണ്? കാഴ്ചപ്പാട്. ഇൻവെസ്റ്റേഴ്സിന്റെയും ഷെയർ ഹോൾഡേഴ്സിന്റെയും കാഴ്ചപ്പാടുകളിൽ നിന്നുകൊണ്ട് കോർപ്പറേറ്റ് ഗവേണൻസിനെ നിരീക്ഷിക്കുക എന്നതായിരുന്നു ഇതിന്റെ പ്രൈമറി ഒബ്ജക്റ്റീവ്. ആൻഡ് അതിന്റെ കൂടെ എന്താണ്? ആൻഡ് ടു പ്രിപ്പയർ എ കോഡ് ടു സ്യൂട്ട് ദ ഇന്ത്യൻ കോർപ്പറേറ്റ് എൻവയോൺമെന്റ്. അതുപോലെ തന്നെ എന്താണ്? ഇന്ത്യൻ കോർപ്പറേറ്റ് എൻവയോൺമെന്റിന് സ്യൂട്ട് ആയിട്ടുള്ള ഒരു കോഡ് പ്രിപ്പയർ ചെയ്യുക. ഇതായിരുന്നു ഇതിന്റെ പ്രൈമറി ഒബ്ജക്റ്റീവ്. മാൻഡേറ്ററി റെക്കമെൻഡേഷൻസ് എന്ന് പറഞ്ഞാൽ നിർബന്ധിത ശുപാർശകളാണ്. ദ മാൻഡേറ്ററി റെക്കമെൻഡേഷൻസ് അപ്ലൈ ടു ലിസ്റ്റഡ് കമ്പനീസ് വിത്ത് പെയ്ഡ് അപ്പ് ഷെയർ ക്യാപിറ്റൽ ഓഫ് 3 crore ആൻഡ് എബവ്. 3 കോടിയിലധികം ഷെയർ ക്യാപിറ്റലുള്ള എല്ലാ ലിസ്റ്റഡ് കമ്പനീസിനും ഈ മാൻഡേറ്ററി റെക്കമെൻഡേഷൻസ് ആപ്ലിക്കബിൾ ആണ്. അതുപോലെ എന്താണ്? കമ്പോസിഷൻ ഓഫ് ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് ഷുഡ് ബി ഒപ്റ്റിമം കോമ്പിനേഷൻ ഓഫ് എക്സിക്യൂട്ടീവ് ആൻഡ് നോൺ എക്സിക്യൂട്ടീവ് ഡയറക്ടേഴ്സ്. കമ്പോസിഷൻ ഓഫ് ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് എന്ന് പറയുന്നത് എക്സിക്യൂട്ടീവ് ഡയറക്ടേഴ്സും ഉണ്ടായിരിക്കണം, നോൺ എക്സിക്യൂട്ടീവ് ഡയറക്ടേഴ്സും ഉണ്ടായിരിക്കണം. ഓഡിറ്റ് കമ്മിറ്റി ഷുഡ് കണ്ടെയ്ൻ 3 ഇൻഡിപെൻഡന്റ് ഡയറക്ടർ വിത്ത് ഓൺ ഹാവിംഗ് ഫിനാൻഷ്യൽ ആൻഡ് അക്കൗണ്ടിംഗ് നോളജ്. ഓഡിറ്റ് കമ്മിറ്റിക്കകത്ത് 3 ഇൻഡിപെൻഡന്റ് ഡയറക്ടേഴ്സ് ഉണ്ടായിരിക്കണം. അതുപോലെ തന്നെ എന്താണ്? വിത്ത് ഓൺ ഹാവിംഗ് ഫിനാൻഷ്യൽ ആൻഡ് അക്കൗണ്ടിംഗ് നോളജ്. അതിൽ ഒരാൾക്കെങ്കിലും എന്താണ്? ഫിനാൻഷ്യൽ ആൻഡ് അക്കൗണ്ടിംഗ് എക്സ്പെർട്ടൈസ് ആയിരിക്കണം, നോളജ് ഉണ്ടായിരിക്കണം. ഇനി അടുത്ത പോയിന്റ്, ദ ബോർഡ് ഷുഡ് ഹോൾഡ് അറ്റ്ലീസ്റ്റ് 4 മീറ്റിംഗ്സ് ഇൻ എ ഇയർ വിത്ത് മാക്സിമം ഗ്യാപ്പ് 4 months ബിറ്റ്വീൻ 2 മീറ്റിംഗ്സ്. അതായത് എന്താണ്? ബോർഡ് ഒരു വർഷത്തിൽ 4 തവണ മീറ്റ് ചെയ്യണം. 2 മീറ്റിംഗുകൾ തമ്മിലുള്ള ഗ്യാപ്പ് എന്ന് പറഞ്ഞാൽ എത്രയാണ്? 4 months ആണ്. ഡയറക്ടർ ഷാൾ നോട്ട് ബി എ മെമ്പർ ഓഫ് മോർ ദാൻ 10 കമ്മിറ്റി ആൻഡ് ഷാൾ നോട്ട് ആക്ട് ആസ് ചെയർമാൻ ഓഫ് മോർ ദാൻ 5 കമ്മിറ്റി. എന്നാണ്? ഡയറക്ടർ 10 കമ്മിറ്റിയിൽ കൂടുതൽ മെമ്പർ ആവാൻ പാടില്ല. അതുപോലെ തന്നെ എന്താണ്? 5 കമ്മിറ്റിയിൽ കൂടുതൽ ചെയർമാനായിട്ടും ആക്ട് ചെയ്യാൻ പാടില്ല. അടുത്ത പോയിന്റ്, മാനേജ്മെന്റ് ഡിസ്കഷൻസ് ആൻഡ് അനാലിസിസ് റിപ്പോർട്ട് കവറിംഗ് ഇൻഡസ്ട്രി സ്ട്രക്ചർ, ഓപ്പർച്യൂണിറ്റീസ്, ത്രെഡ്സ്, റിസ്ക്, ഔട്ട്ലുക്ക്, ഇന്റേണൽ കൺട്രോൾ സിസ്റ്റം ഷുഡ് ബി റെഡി ഫോർ എക്സ്റ്റേണൽ റിവ്യൂ. ഇപ്പൊ മാനേജ്മെന്റ് ഡിസ്കഷൻ ആൻഡ് അനാലിസിസ് റിപ്പോർട്ട് കവറിംഗ്, എന്തൊക്കെ കവർ ചെയ്യുന്ന? കവറിംഗ് ഇൻഡസ്ട്രി സ്ട്രക്ചർ, എന്താണ്? വ്യവസായിക ഘടന, ഓപ്പർച്യൂണിറ്റീസ് അവസരങ്ങള്, ത്രെഡ്സ് ഭീഷണികള്, അതുപോലെ റിസ്ക് അപകട സാധ്യതകള്, ഇന്റേണൽ കൺട്രോൾ സിസ്റ്റം, എന്താണ്? ആന്തരിക നിയന്ത്രിത സംവിധാനം. അതിനെ പറ്റിയുള്ള എല്ലാ കാര്യങ്ങളും എന്താണ്? എപ്പോഴും എക്സ്റ്റേണൽ റിവ്യൂവിന് റെഡി ആയിരിക്കണം. ഇതൊക്കെയാണ് കുമാർ മംഗളം ബിർള കമ്മിറ്റിയുടെ മാൻഡേറ്ററി റെക്കമെൻഡേഷൻസ്. ഇനി അടുത്ത് നോക്കാൻ പോകുന്ന കമ്മിറ്റി NR നാരായണ മൂർത്തി കമ്മിറ്റിയാണ്. The SEBI committee was constituted under the chairmanship of Sri NR Narayana Murthy,
ചെയർമാൻ ആൻഡ് ചീഫ് മെന്റർ ഓഫ് ഇൻഫോസിസ് ടെക്നോളജി ലിമിറ്റഡ്. ഇൻഫോസിസ് ടെക്നോളജി ലിമിറ്റഡിന്റെ ചീഫ് മെന്ററും ചെയർമാനുമായ NR നാരായണമൂർത്തിയുടെ ചെയർമാൻഷിപ്പില് സെബി രൂപീകരിച്ച ഒരു കമ്മിറ്റിയാണ് എന്തെന്ന് പറയുന്നത് ശ്രീ NR നാരായണമൂർത്തി കമ്മിറ്റി. ഇതിന്റെ ലക്ഷ്യം അല്ലെങ്കിൽ ഇതിന്റെ ഒബ്ജക്റ്റീവ് എന്ന് പറഞ്ഞാൽ ടു ഇവാലുവേറ്റ് ദ എക്സിസ്റ്റിംഗ് കോർപ്പറേറ്റ് ഗവേണൻസ് പ്രാക്ടീസസ് ആൻഡ് ടു ഇംപ്രൂവ് ദസ് പ്രാക്ടീസസ് ആസ് ദ സ്റ്റാൻഡേർഡ്. ശ്രീ NR നാരായണമൂർത്തി കമ്മിറ്റിയുടെ ഒബ്ജക്റ്റീവ് എന്തായിരുന്നു? ഇവാലുവേറ്റ് ദ എക്സിസ്റ്റിംഗ് കോർപ്പറേറ്റ് ഗവേണൻസ്, എക്സിസ്റ്റിംഗ് നിലവിലുള്ള കോർപ്പറേറ്റ് ഗവേണൻസിനെ ഇവാലുവേറ്റ് ചെയ്യുക, വിലയിരുത്തുക. അതുപോലെ എന്താണ് ഇപ്പോൾ ഉള്ള ആ കോർപ്പറേറ്റ് ഗവേണൻസ് പ്രാക്ടീസസിനെ എന്താണ് ഇംപ്രൂവ് ദസ് പ്രാക്ടീസസ് ആസ് ദ സ്റ്റാൻഡേർഡ്, സ്റ്റാൻഡേർഡ് ആയിട്ട് അതിനെ ഒരു ഒരു നല്ലൊരു നിലവാരത്തിലേക്ക് അതിനെ ഉയർത്തുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് ശ്രീ NR നാരായണമൂർത്തി കമ്മിറ്റി രൂപീകരിച്ചിട്ടുള്ളത്. ഇനി നമ്മൾ നോക്കാൻ പോണത് ശ്രീ NR നാരായണമൂർത്തി കമ്മിറ്റിയുടെ റെക്കമെൻഡേഷൻസ് ആണ്. ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള റെക്കമെൻഡേഷൻസ് ആണ്. സ്ട്രെങ്തനിങ് ദ റെസ്പോൺസിബിലിറ്റീസ് ഓഫ് ഓഡിറ്റ് കമ്മിറ്റി, ഓഡിറ്റ് കമ്മിറ്റിയുടെ റെസ്പോൺസിബിലിറ്റീസ് സ്ട്രെങ്തൻ ചെയ്യുക. നെക്സ്റ്റ് വൺ എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? ഇംപ്രൂവിംഗ് ദ ക്വാളിറ്റി ഓഫ് ഫിനാൻഷ്യൽ ഡിസ്ക്ലോഷേഴ്സ്. ഫിനാൻഷ്യൽ ഡീറ്റെയിൽസ് എല്ലാം ഡിസ്ക്ലോസ് ചെയ്യേണ്ട ആവശ്യമുണ്ട്, അല്ലെ, വെളിപ്പെടുത്തേണ്ട ആവശ്യമുണ്ട്. കമ്പനി റിലേറ്റഡ് പാർട്ടീസുമായിട്ടുള്ള എല്ലാ ഫിനാൻഷ്യൽ ഡീറ്റെയിൽസും ഡിസ്ക്ലോസ് ചെയ്യണം. അതിന്റെയൊക്കെ എന്താണ് ക്വാളിറ്റി ഇംപ്രൂവ് ചെയ്യിക്കുക എന്നതും ശ്രീ NR നാരായണമൂർത്തി കമ്മിറ്റിയുടെ ഒരു റെക്കമെൻഡേഷൻ ആണ്. അടുത്ത തേർഡ് വൺ എന്ന് പറഞ്ഞാൽ റിക്വയറിംഗ് കോർപ്പറേറ്റ് എക്സിക്യൂട്ടീവ് ബോർഡ് ടു അക്സസ് ആൻഡ് ഡിസ്ക്ലോസ് ബിസിനസ് റിസ്ക് ഇൻ ദ ആനുവൽ റിപ്പോർട്ട് ഓഫ് കമ്പനീസ്. റിക്വയറിംഗ് കോർപ്പറേറ്റ് എക്സിക്യൂട്ടീവ് ബോർഡ്, ഒരു കോർപ്പറേറ്റ് എക്സിക്യൂട്ടീവ് ബോർഡ് ആവശ്യമാണ്. എന്തിനു വേണ്ടിയിട്ടാണ്? ടു ആക്സസ് ആൻഡ് ഡിസ്ക്ലോസ് ബിസിനസ് റിസ്ക്, ബിസിനസ് റിസ്ക് ആക്സസ് ചെയ്യണം, പിന്നെ എന്താണ് ഡിസ്ക്ലോസ് ചെയ്യണം, അതിനെ വെളിപ്പെടുത്തുകയും ചെയ്യണം. ഇൻ ദ ആനുവൽ റിപ്പോർട്ട് ഓഫ് കമ്പനീസ്, കമ്പനിയുടെ ആനുവൽ റിപ്പോർട്ടിൽ വെളിപ്പെടുത്തുന്നതിനും ആക്സസ് ചെയ്യുന്നതിനും വേണ്ടിയിട്ട് എന്താ ഒരു കോർപ്പറേറ്റ് എക്സിക്യൂട്ടീവ് ബോർഡ് വേണം. ഇൻട്രൊഡ്യൂസിംഗ് റെസ്പോൺസിബിലിറ്റീസ് ഓൺ ബോർഡ് ടു അഡോപ്റ്റ് ഫോർമൽ കോഡ് ഓഫ് കണ്ടക്ട്. ഒരു ഫോർമൽ കോഡ് ഓഫ് കണ്ടക്ട്, ഒരു ഔപചാരിക പെരുമാറ്റ ചട്ടം അഡോപ്റ്റ് ചെയ്യേണ്ട ആവശ്യമുണ്ട്. അതിനുള്ള എന്താണ് അത് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നതിനുള്ള ഒരു റെസ്പോൺസിബിലിറ്റി ഉണ്ട്. സ്റ്റോക്ക് ഹോൾഡർ അപ്രൂവൽ ആൻഡ് ഇംപ്രൂവ്ഡ് ഡിസ്ക്ലോഷേഴ്സ് റിലേറ്റിംഗ് ടു കോമ്പൻസേഷൻ പെയ്ഡ് ടു നോൺ എക്സിക്യൂട്ടീവ് ഡയറക്ടേഴ്സ്. നോൺ എക്സിക്യൂട്ടീവ് ഡയറക്ടേഴ്സിന് കോമ്പൻസേഷൻ പേ ചെയ്യുന്നതിനായിട്ടുള്ള റിലേറ്റ് ചെയ്തിട്ടുള്ള എന്താണ് അപ്രൂവലും ഇംപ്രൂവ്ഡ് ഡിസ്ക്ലോഷേഴ്സും ഒരു അംഗീകാരവും പിന്നെ എന്താണ് ഒരു ഡിസ്ക്ലോഷേഴ്സ് അവരുടെ വെളിപ്പെടുത്തലും ആവശ്യമാണ്. എന്തിനാണ്? എന്തുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടാണ്? കോമ്പൻസേഷൻ പെയ്ഡ് ടു നോൺ എക്സിക്യൂട്ടീവ് ഡയറക്ടേഴ്സ്. നോൺ എക്സിക്യൂട്ടീവ് ഡയറക്ടേഴ്സിന് കോമ്പൻസേഷൻ പേ ചെയ്യുന്നതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള. ഇനി അടുത്തൊരു കമ്മിറ്റി നരേഷ് ചന്ദ്ര കമ്മിറ്റിയാണ്. നരേഷ് ചന്ദ്ര കമ്മിറ്റി റിപ്പോർട്ട് 2002. While SEBI was making effort to introduce corporate governance standard among Indian corporate, the Department of Company Affairs took another initiative in this direction. ഒരു കോർപ്പറേറ്റ് ഗവേണൻസ് സ്റ്റാൻഡേർഡ് ഇൻട്രൊഡ്യൂസ് ചെയ്യാനുള്ള ഒരു എഫേർട്ട് എടുത്തുകൊണ്ടിരിക്കുകയായിരുന്നു. While SEBI was making effort to introduce corporate governance standard among Indian corporate. ഇന്ത്യൻ കോർപ്പറേറ്റ്സിൽ എന്താണ് ഒരു കോർപ്പറേറ്റ് ഗവേണൻസ് സ്റ്റാൻഡേർഡ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നതിനുള്ള ഒരു എഫേർട്ട് സെബി എടുത്തുകൊണ്ടിരിക്കുകയായിരുന്നു. ദ ഡിപ്പാർട്ട്മെന്റ് ഓഫ് കമ്പനി അഫയേഴ്സ് ടുക്ക് അനദർ ഇനിഷ്യേറ്റീവ് ഇൻ ദിസ് ഡയറക്ഷൻ. ആ സമയത്ത് എന്താ ഡിപ്പാർട്ട്മെന്റ് ഓഫ് കമ്പനി അഫയേഴ്സ് ഒരു ഇനിഷ്യേറ്റീവ് എടുത്തു. ദ നരേഷ് ചന്ദ്ര കമ്മിറ്റി വാസ് അപ്പോയിന്റഡ് ആസ് എ ഹൈ ലെവൽ കമ്മിറ്റി ടു എക്സാമിൻ വേരിയസ് കോർപ്പറേറ്റ് ഗവേണൻസ് ഇഷ്യൂസ് by the Department of Company Affairs on 21st August 2002. അപ്പൊ എന്താണ് സെബി ഒരു കോർപ്പറേറ്റ് ഗവേണൻസ് സ്റ്റാൻഡേർഡ് ഇൻട്രൊഡ്യൂസ് ചെയ്യാനുള്ള എഫേർട്ട് എടുക്കുമായിരുന്നു. ആ ടൈമിന് എന്താണ് ഡിപ്പാർട്ട്മെന്റ് ഓഫ് കമ്പനി അഫയേഴ്സ് ഒരു കോർപ്പറേറ്റ് ഗവേണൻസ് സ്റ്റാൻഡേർഡ് ഇന്ത്യൻ കോർപ്പറേറ്റ്സിനിടയിലേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് എന്താ നരേഷ് ചന്ദ്ര കമ്മിറ്റിയെ എന്താണ് ഒരു ഹൈ ലെവൽ കമ്മിറ്റി ആയി അപ്പോയിന്റ് ചെയ്തു. ഇതിന്റെ ഒബ്ജക്റ്റീവ് എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? ഇതിന്റെ ലക്ഷ്യം എന്ന് പറഞ്ഞാൽ എന്താണ്? ടു എക്സാമിൻ വേരിയസ് കോർപ്പറേറ്റ് ഗവേണൻസ് ഇഷ്യൂസ്. ഇന്ത്യൻ കോർപ്പറേറ്റ്സുകൾക്കിടയിലുള്ള വേരിയസ് കോർപ്പറേറ്റ് ഗവേണൻസ് ഇഷ്യൂസ് എക്സാമിൻ ചെയ്യുക, വിലയിരുത്തുക എന്നതായിരുന്നു ഈ നരേഷ് ചന്ദ്ര കമ്മിറ്റിയുടെ ഒബ്ജക്റ്റീവ്. ഇത് എന്നാണ് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളത്? 21st August 2002. എന്തൊക്കെ റെക്കമെൻഡേഷൻസ് ആണ് നരേഷ് ചന്ദ്ര കമ്മിറ്റി പറഞ്ഞിട്ടുള്ളതെന്നാണ് നമ്മൾ ഇനി അടുത്ത് നോക്കാൻ പോകുന്നത്. ദ ഓഡിറ്റർ കമ്പനി റിലേഷൻഷിപ്പ്. എന്താണ്? ഓഡിറ്ററും കമ്പനിയുമായിട്ടുള്ള റിലേഷൻഷിപ്പ് ക്ലിയർ ആയിട്ട് റെക്കമെൻഡ് ചെയ്തിട്ടുണ്ട്, ശുപാർശ
ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ എന്താണ് ഡിസ്ക്വാളിഫിക്കേഷൻസ് ഓഫ് ഓഡിറ്റ് അസൈൻമെന്റ്. ഓഡിറ്റ് അസൈൻമെന്റുകൾക്കുള്ള അയോഗ്യത, അതും എന്താണ് ഒരു റെക്കമെൻഡേഷൻ ആണ്. നരേഷ് ചന്ദ്ര കമ്മിറ്റിയുടെ ഒരു റെക്കമെൻഡേഷൻ ആണ്. ലിസ്റ്റ് ഓഫ് പ്രൊഹിബിറ്റഡ് നോൺ ഓഡിറ്റ് സർവീസസ് എന്നാണ്, നിരോധിത സേവനങ്ങളുടെ പട്ടിക. ഇതാണ് ലിസ്റ്റ് ഓഫ് പ്രൊഹിബിറ്റഡ് നോൺ ഓഡിറ്റ് സർവീസസ്, നിരോധിത നോൺ ഓഡിറ്റ് സേവനങ്ങളുടെ ഒരു പട്ടിക. അതും എന്താണ് നരേഷ് ചന്ദ്ര കമ്മിറ്റിയുടെ ഒരു റെക്കമെൻഡേഷൻ ആണ്. ഇൻഡിപെൻഡന്റ് സ്റ്റാൻഡേർഡ് ഫോർ കൺസൾട്ടിംഗ് കമ്പൽസറി ഓഡിറ്റ് പാർട്ണർ റൊട്ടേഷൻ. കമ്പൽസറി ഓഡിറ്റ് പാർട്ണർ റൊട്ടേഷൻ കൺസൾട്ട് ചെയ്യുന്നതിനുള്ള ഒരു ഇൻഡിപെൻഡന്റ് സ്റ്റാൻഡേർഡ് അതും പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ ഓഡിറ്റേഴ്സ് ഡിസ്ക്ലോഷേഴ്സ് ഫോർ കണ്ടിജന്റ് ലയബിലിറ്റീസ്. കണ്ടിജന്റ് ലയബിലിറ്റീസിനെ പറ്റിയുള്ള അനിശ്ചിതകാല ബാധ്യതകൾ ഓഡിറ്റർ വെളിപ്പെടുത്തൽ. ഓഡിറ്റേഴ്സ് ഡിസ്ക്ലോഷേഴ്സ് ഓഫ് കണ്ടിജന്റ് ലയബിലിറ്റീസ്. ഒന്നെന്തായിരുന്നു ദ ഓഡിറ്റർ കമ്പനി റിലേഷൻഷിപ്പ്, കമ്പനി ഓഡിറ്ററും തമ്മിലുള്ള റിലേഷൻഷിപ്പ്. ഡിസ്ക്വാളിഫിക്കേഷൻസ് ഫോർ ഓഡിറ്റ് അസൈൻമെന്റ്, ഓഡിറ്റ് അസൈൻമെന്റിനുള്ള എന്താണ് അയോഗ്യതകള്. ലിസ്റ്റ് ഓഫ് പ്രൊഹിബിറ്റഡ് നോൺ ഓഡിറ്റ് സർവീസസ് എന്നാണ്, നോൺ ഓഡിറ്റ് സർവീസസ് നിരോധിച്ചിട്ടുള്ള എന്താണ് നോൺ ഓഡിറ്റ് സർവീസസിന്റെ ഒരു പട്ടിക അത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ എന്താണ് ഇൻഡിപെൻഡന്റ് സ്റ്റാൻഡേർഡ് ഫോർ കൺസൾട്ടിംഗ് കമ്പൽസറി ഓഡിറ്റ് പാർട്ണർ റൊട്ടേഷൻ. ഓഡിറ്റ് പാർട്ണർ റൊട്ടേഷനെ പറ്റിയിട്ടുള്ള കാര്യങ്ങൾ, കമ്പൽസറി ആയിട്ടുള്ള ഓഡിറ്റ് പാർട്ണർ റൊട്ടേഷനെ പറ്റിയിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ എന്താണ് ഓഡിറ്റർ ഡിസ്ക്ലോഷേഴ്സ് ഓഫ് കണ്ടിജന്റ് ലയബിലിറ്റീസ്, അനിശ്ചിതകാല ബാധ്യതകളുടെ കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. ചന്ദ്ര കമ്മിറ്റിയുടെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള റെക്കമെൻഡേഷൻസ്. അടുത്ത് നോക്കാൻ പോകുന്നത് ഡോക്ടർ ജെ ഇറാനി കമ്മിറ്റിയാണ്. ദ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ കോൺസ്റ്റിറ്റ്യൂട്ടഡ് ആൻ എക്സ്പെർട്ട് കമ്മിറ്റി ഓൺ കമ്പനി ലോ on 2 December 2004 under the chairmanship of Dr. J. ഇറാനി. അതായത് ഡോക്ടർ ജെ ഇറാനിയുടെ ചെയർമാൻഷിപ്പില് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ രൂപീകരിച്ച ഒരു എക്സ്പെർട്ട് കമ്മിറ്റിയാണ് ഡോക്ടർ ജെ ഇറാനി കമ്മിറ്റി എന്ന് പറയുന്നത്. ദ റെക്കമെൻഡേഷൻസ് ഓൺ ജെ ഇറാനി കമ്മിറ്റി എന്നാണ്. ജെ ഇറാനി കമ്മിറ്റിയുടെ റെക്കമെൻഡേഷൻസ് എന്ന് പറഞ്ഞാൽ റെസ്പോൺസസ് റിസീവ്ഡ് ഫ്രം വേരിയസ് സ്റ്റേക്ക് ഹോൾഡേഴ്സ് ഓൺ ദ കൺസെപ്റ്റ് പേപ്പർ. എന്താണ് കൺസെപ്റ്റ് പേപ്പറിൽ വിവിധ സ്റ്റേക്ക് ഹോൾഡേഴ്സിൽ നിന്ന് ലഭിച്ച പ്രതികരണങ്ങൾ. റെസ്പോൺസസ് റിസീവ്ഡ് ഫ്രം വേരിയസ് സ്റ്റേക്ക് ഹോൾഡേഴ്സ് ഓൺ ദ കൺസെപ്റ്റ് പേപ്പർ. ഇഷ്യൂസ് അറൈസിംഗ് ഫ്രം ദ റിവിഷൻ ഓഫ് ദ കമ്പനീസ് ആക്ട് 1956 എന്നാണ്. കമ്പനീസ് ആക്ട് 1956ന്റെ പരിഷ്കരണത്തിൽ നിന്നുണ്ടാകുന്ന പ്രശ്നങ്ങൾ എന്തൊക്കെയാണ്? അറൈസിംഗ് ദ ഇഷ്യൂസ് അറൈസിംഗ് ഫ്രം ദ റിവിഷൻ ഓഫ് ദ കമ്പനീസ് ആക്ട്. കമ്പനീസ് ആക്ട് 1956ന്റെ പരിഷ്കരണത്തിൽ നിന്നുണ്ടാകുന്ന പ്രശ്നങ്ങൾ. പിന്നെന്താണ് ബ്രിങ്ങിങ് അബൌട്ട് കോമ്പാക്ട്നെസ് ബൈ റെഡ്യൂസിംഗ് ദ സൈസ് ഓഫ് ദ ആക്ട് ആൻഡ് റിമൂവിംഗ് റെഡുണ്ടന്റ് പ്രൊവിഷൻസ്. അതായത് ആക്ടിന്റെ സൈസ് റെഡ്യൂസ് ചെയ്തു എന്നുള്ളതാണ്. ആവശ്യമില്ലാത്ത കാര്യങ്ങളൊക്കെ അവോയ്ഡ് ചെയ്തുകൊണ്ട് എന്താണ് ആക്ടിന്റെ സൈസ് റെഡ്യൂസ് ചെയ്തു എന്നാണ് പറയുന്നത്. Protecting the interest of stakeholders and investors including small investors. Protecting the interest of stakeholders and investors including small investors എന്നാണ്. സ്മാൾ ഇൻവെസ്റ്റേഴ്സിന്റെയും സ്റ്റേക്ക് ഹോൾഡേഴ്സിന്റെയും ഒക്കെ എന്താണ് ഇൻട്രസ്റ്റ്, അവരുടെ താല്പര്യങ്ങൾ പ്രൊട്ടക്ട് ചെയ്യണം എന്നുള്ളതും ജെ ഇറാനി കമ്മിറ്റിയുടെ റെക്കമെൻഡേഷൻസ് ആണ്. അടുത്ത് നോക്കാൻ പോകുന്നത് കാഡ്ബറി കമ്മിറ്റിയാണ്. ദ കമ്മിറ്റി ഓൺ ദ ഫിനാൻഷ്യൽ ആസ്പെക്ട് ഓഫ് കോർപ്പറേറ്റ് ഗവേണൻസ് chaired by Andrew Cadbury that set out recommendations on the arrangement of company board and accounting systems to mitigate corporate governance risk and failures. എന്താണ് പറയുന്നത്? അടുത്തൊരു കമ്മിറ്റി എന്താണ്? കാഡ്ബറി കമ്മിറ്റിയാണ്. ദ കമ്മിറ്റി ഓൺ ഫിനാൻഷ്യൽ ആസ്പെക്ട് ഓഫ് കോർപ്പറേറ്റ് ഗവേണൻസ്. എന്താണ്? ദ കമ്മിറ്റി ഓൺ ദ ഫിനാൻഷ്യൽ ആസ്പെക്ട് ഓഫ് കോർപ്പറേറ്റ് ഗവേണൻസ്. കോർപ്പറേറ്റ് ഗവേണൻസിന്റെ സാമ്പത്തിക വശങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു കമ്മിറ്റിയാണ് കാഡ്ബറി കമ്മിറ്റി. ചെയേഡ് ബൈ ആൻഡ്രിയാൻ കാഡ്ബറി. ആരാണ്? ആൻഡ്രിയാൻ കാഡ്ബറി. ദാറ്റ് സെറ്റ് ഔട്ട് ദ റെക്കമെൻഡേഷൻസ് ഓൺ ദ അറേഞ്ച്മെന്റ് ഓഫ് കമ്പനി ബോർഡ്. എന്തിനു വേണ്ടിയിട്ടാണ് ഈ റെക്കമെൻഡേഷൻസ് സെറ്റ് ഔട്ട് ചെയ്തത്? സെറ്റ് ഔട്ട് ദ റെക്കമെൻഡേഷൻസ് ഓൺ ദ അറേഞ്ച്മെന്റ് ഓഫ് കമ്പനി ബോർഡ്. കമ്പനി ബോർഡിന്റെ എന്താണ് അറേഞ്ച്മെന്റ്, ക്രമീകരണത്തിന് പറ്റിയും അക്കൗണ്ടിങ് സിസ്റ്റത്തിന്റെയും കമ്പനി ബോർഡിന്റെയും അറേഞ്ച്മെന്റിനെ പറ്റിയും പിന്നെ അതുപോലെ എന്താണ് ടു മിറ്റിഗേറ്റ് കോർപ്പറേറ്റ് ഗവേണൻസ് റിസ്ക് ആൻഡ് ഫെയിലിയേഴ്സ്. കോർപ്പറേറ്റ് ഗവേണൻസിന്റെ റിസ്ക്കും ഫെയിലിയേഴ്സും എന്താണ് മിറ്റിഗേറ്റ് ചെയ്യുക, ലഘൂകരിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഈ കമ്മിറ്റി രൂപീകരിച്ചിട്ടുള്ളത്. ദ സ്റ്റേറ്റഡ് ഒബ്ജക്റ്റീവ് ഓഫ് ദ കാഡ്ബറി കമ്മിറ്റി വാസ് ടു ഹെൽപ്പ് റൈസ് ദ സ്റ്റാൻഡേർഡ് ഓഫ് കോർപ്പറേറ്റ് ഗവേണൻസ് ആൻഡ് ദ ലെവൽ ഓഫ് കോൺഫിഡൻസ് ഇൻ ഫിനാൻഷ്യൽ റിപ്പോർട്ടിംഗ് ആൻഡ് ഓഡിറ്റിംഗ്. ഇതിന്റെ സ്റ്റേറ്റഡ് ഒബ്ജക്റ്റീവ് എന്ന് പറഞ്ഞാൽ എന്താണ്?
ടു ഹെൽപ്പ് ടു റൈസ് ദ സ്റ്റാൻഡേർഡ് ഓഫ് കോർപ്പറേറ്റ് ഗവേണൻസ്. കോർപ്പറേറ്റ് ഗവേണൻസിന്റെ നിലവാരം വർദ്ധിപ്പിക്കുക. അതുപോലെ തന്നെ എന്താണ് ആൻഡ് ദ ലെവൽ ഓഫ് കോൺഫിഡൻസ് ഇൻ ഫിനാൻഷ്യൽ റിപ്പോർട്ടിംഗ് ആൻഡ് ഓഡിറ്റിംഗ്. ഓഡിറ്റിംഗിന്റെയും ഫിനാൻഷ്യൽ റിപ്പോർട്ടിന്റെയും എന്താണ് ലെവൽ ഓഫ് കോൺഫിഡൻസ് വർദ്ധിപ്പിക്കുക. ഇതായിരുന്നു എന്ത് കാഡ്ബറി കമ്മിറ്റിയുടെ ലക്ഷ്യം. കാഡ്ബറി കമ്മിറ്റിയുടെ റെക്കമെൻഡേഷൻസ് ആണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഫസ്റ്റ് എന്ന് പറയുന്നത് എന്താണ്, സെപ്പറേറ്റിംഗ് ദ റോൾ ഓഫ് സിഇഒ ആൻഡ് ചെയർമാൻ. സിഇഒയുടെയും ചെയർമാന്റെയും റോള് സെപ്പറേറ്റ് ചെയ്യുന്നു, വേർതിരിക്കുന്നു. പിന്നെ എന്താണ്, ഹാവിംഗ് എ മിനിമം 3 നോൺ എക്സിക്യൂട്ടീവ് ഡയറക്ടേഴ്സ് ഓൺ ദ ബോർഡ് ആൻഡ് ദ ഫോർമുലേഷൻ ഓഫ് ഓഡിറ്റ് കമ്മിറ്റി. എന്താണ്, ഓഡിറ്റ് കമ്മിറ്റിയിലും എന്താണ് ബോർഡിലും 3 നോൺ എക്സിക്യൂട്ടീവ് ഡയറക്ടേഴ്സ് എങ്കിലും മിനിമം ഉണ്ടായിരിക്കണം. പിന്നെ എന്താണ്, മോർ ആക്റ്റീവ് റോൾ ടേക്കൺ ബൈ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സ് ഇൻ ദ പ്രൊമോഷൻ ഓഫ് ഗുഡ് പ്രാക്ടീസ് ഇൻ കോർപ്പറേറ്റ് ഗവേണൻസ്. കോർപ്പറേറ്റ് ഗവേണൻസിന്റെ പ്രൊമോഷന് വേണ്ടിയിട്ട് എന്താണ് ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സും മോർ ആക്റ്റീവ് റോള് സ്വീകരിക്കേണ്ടതുണ്ട്. പിന്നെ എന്താണ്, ഹൗ ഏജൻസി പ്രോബ്ലംസ് മേ ബി റിസോൾവ്ഡ് ബൈ കോർപ്പറേറ്റ് ഗവേണൻസ്. എന്താണ് ഏജൻസി പ്രോബ്ലംസ് ഒരു കമ്പനിക്കകത്തുള്ള ഏജൻസി പ്രോബ്ലംസ് എന്താണ് എങ്ങനെ റീസോൾവ് ചെയ്യും, എങ്ങനെ പരിഹരിക്കും, പാർഷ്യലി എങ്കിലും ഭാഗികമായിട്ടെങ്കിലും എങ്ങനെ പരിഹരിക്കണം, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് എന്താണ് കാഡ്ബറി കമ്മിറ്റിയുടെ റെക്കമെൻഡേഷൻസിൽ പറയുന്നത്. അപ്പം നമ്മളിന്ന് കുറച്ച് കമ്മിറ്റികളും അതിന്റെ ഇമ്പോർട്ടന്റ് റെക്കമെൻഡേഷൻസും പഠിച്ചു. ഇത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഏരിയ ആണ്. പ്രീവിയസ് ഇയറിൽ എസ്എ ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിച്ചിട്ടുണ്ടായിരുന്നതാണ് കമ്മിറ്റീസ് ഓൺ കോർപ്പറേറ്റ് ഗവേണൻസ്. അപ്പോൾ ഇതിന്റെ ബാലൻസ് പാർട്ട് നെക്സ്റ്റ് ഒരു വീഡിയോയിൽ ചെയ്യാം. അപ്പോൾ ഇന്നത്തെ ക്ലാസ് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക.